എന്താണോ പറയുന്നത് അത് ജസ്റ്റ് അങ്ങോട്ട് എഴുതി വെക്കുക. അതല്ല നമ്മുടെ ലെറ്റർ റൈറ്റിംഗിലേക്ക് വരുന്നത്. ഇറ്റ് ഷുഡ് ബി മോർ കൺവിൻസിങ് ആൻഡ് മോർ നാച്ചുറൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാസ്ക് 1 ജനറൽ ട്രെയിനിങ്ങിൽ ടാസ്ക് 1 ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ ഓറിയൻറ്റേഷൻ മുതൽ സ്പീക്കിംഗ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ ഓറിയൻറ്റേഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, 2 ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഒന്ന് അക്കാഡമിക്, രണ്ടാമത്തേത് ജനറൽ ട്രെയിനിങ് എന്നുള്ളത്. ഇതിൽ ജനറൽ ട്രെയിനിങ്ങും അക്കാഡമിക് ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റീഡിങ്ങും റൈറ്റിങ്ങും ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് IELTSനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എങ്കിൽ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ടു ലേൺ ദെൻ പ്ലീസ് ഗോ ബാക്ക് to our playlist and start from the orientation, then come back here. Okay, അതല്ല നിങ്ങൾക്ക് ടാസ്ക് 1നെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. Please share this video, okay, because I have never seen task 1 explaining in Malayalam. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ടാസ്ക് 1നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഏത് രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് എന്നിങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എസ്പെഷ്യലി നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് 1 ടാസ്ക് 2 ഇത് രണ്ടും കൂടെ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 hour ആണ് കിട്ടുന്നത്. എന്നാൽ ഈ ടാസ്ക് 1ലേക്ക് വരുന്ന സമയത്ത് അക്കാഡമിക്കിൽ റിപ്പോർട്ട് റൈറ്റിംഗ് ആണെങ്കിൽ ടാസ്ക് 1, ഈ ജനറൽ ട്രെയിനിങ്ങിൽ വരുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ലെറ്റർ എഴുതാൻ അറിയാം, പക്ഷേ നമ്മൾ സാധാരണ ലെറ്റർ എഴുതുന്നത് പോലെ ലെറ്റർ എഴുതിയാൽ മതിയോ ഇവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ റിക്വയർമെൻറ്റിലേക്ക് കിടക്കാം. ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 150 വേർഡ്സ് ആണ് മിനിമം. ഓക്കെ, കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട് 145 വേർഡ്സ് എഴുതിയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് 5 ബാൻഡിന് താഴെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ 150 മിനിമം എഴുതിയിരിക്കണം. ഇനി അടുത്ത ഡൗട്ടാണ്, 155 വേർഡ്സ് എഴുതിയാൽ എന്ത് സംഭവിക്കും? വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ലെറ്ററാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ടാസ്ക് റിക്വയർമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ടാസ്ക് റിക്വയർമെൻറ്റ്, കോഹിറൻസ് ആൻഡ് കോഹീഷൻ, ദെൻ ലെക്സിക്കൽ റീസോഴ്സസ്, ദെൻ ഗ്രാമാറ്റിക്കൽ റേഞ്ച്, ഗ്രാമാറ്റിക്കൽ ആക്യുറസി, ഇതെല്ലാം നോക്കിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ലെറ്ററാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ യെസ് യു ആർ മോർ ലൈക്ലി ടു ഹിറ്റ് 6 ബാൻഡ്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് അത് പോകില്ല. കാരണം എന്താണോ പറഞ്ഞത് അത് നിങ്ങളത് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിന് പുറമേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എപ്പോഴും അതൊരു 170 to 75 അല്ലെങ്കിൽ 180 എന്ന വേർഡ് റേഞ്ച് ആക്കിയിട്ട് എപ്പോഴും നിങ്ങൾ ടാർഗറ്റ് ആക്കിയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 9 ബാൻഡ് വരെ വി ആർ ലൈക്ലി ടു സ്കോർ 9 ബാൻഡ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പറയാം. ടൈപ്സ് എന്ന് പറയുമ്പോൾ ലെറ്റർ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ 3 ടൈപ്പാണുള്ളത്. നമുക്ക് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് ഇൻഫോർമൽ ലെറ്റേഴ്സും ഫോർമൽ ലെറ്റേഴ്സുമാണ്. അതിൻ്റെ ഒപ്പം ഒന്നുകൂടെ ഉണ്ട്, അതാണ് സെമി ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ വലിച്ചു വാരി നീട്ടി പറയുന്നൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാക്കുക. ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്കാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അത് കൂടുതലും ഫോർമൽ ലെറ്റർ ആവാനാണ് ചാൻസ്. എന്നാൽ ഇത് മാത്രമല്ല ഇതിൻ്റെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടറാണ് സിനാരിയോ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നുള്ളതും കൂടെ ഡിപ്പെൻഡഡ് ആണ്, ഫോർമൽ ലെറ്റർ ആണോ ഇൻഫോർമൽ ലെറ്റർ ആണോ സെമി ഫോർമൽ ലെറ്റർ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, വെൻ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു അവർ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും. ഇനി എന്താണ് സെമി ഫോർമൽ ലെറ്റർ എന്നുള്ളത്? അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അതിൽ കൂടുതൽ എക്സാമ്പിൾസ് സെമി ഫോർമൽ ലെറ്റേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ആപ്പ് ചെക്കൗട്ട് ചെയ്യണം. ഗൂഗിൾ പ്ലേയിൽ ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, നമ്മുടെ ആപ്പ് ലഭിക്കുന്നതാണ്. അതിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി 3 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ആണുള്ളത്: ഫോർമൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് സെമി ഫോർമൽ ലെറ്റേഴ്സ്. എന്താണ് സെമി ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് എ ബാഗ്, ഇറ്റ്സ് എ ലോസ്റ്റ് ബാഗ്. ആരുടെയോ ബാഗാണ്, നമുക്കത് കിട്ടി, നമ്മളത് തപ്പി നോക്കിയപ്പോൾ അതിൽ അഡ്രസ്സ് കിടക്കുന്നുണ്ട്. ആ അഡ്രസ്സിലുള്ള ആൾക്ക് നമ്മളൊരു ലെറ്റർ എഴുതുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അറിയില്ല. ഓക്കെ, വെദർ ഹീ ഈസ് എ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ഓർ നോട്ട്. ഇനി അതല്ലെങ്കിൽ ഹയർ ഒഫീഷ്യലാണോ, ഹയർ ലെവൽ മാനേജ്മെൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണോ, ഇതൊന്നും നമുക്കറിയില്ല. കൂടാതെ അദ്ദേഹം നമ്മുടെ ഫ്രണ്ടുമല്ല. ഇത്തരം അവസരത്തിൽ അതൊരു സെമി ഫോർമൽ ലെറ്റർ ആവും. ഇനി അതല്ലെങ്കിൽ അടുത്ത ഒരു വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടേമാണ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. നെയ്ബേഴ്സിന് നമ്മളൊരു കത്ത് എഴുതുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ ആർ അവർ ഇമ്മീഡിയറ്റ് ഫാമിലി, പക്ഷേ അവർ
അങ്ങോട്ടങ്ങോട്ട് റെസ്പെക്റ്റ്ഫുൾ എന്ന രീതിയിലേക്ക് ആക്കാനും പറ്റില്ല, എന്നാൽ ഫ്രണ്ട്ലി എന്ന രീതിയിലേക്കും ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ടീമുണ്ടല്ലോ, ഇവർക്കാണ് നമ്മൾ സെമി ഫോമൽ ലെറ്റേഴ്സ് അയക്കുന്നത്. ഇനി 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സിൽ നിന്നും വിഭിന്നമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ലെറ്റേഴ്സിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അതായത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് ലെറ്റർ എഴുതുക, സജസ്റ്റൻ, കംപ്ലയിൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടെ ഇതിൻ്റെ ഒരു ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, കംപ്ലയിൻറ്റ് ലെറ്റർ ഉണ്ട്, അപ്രീസിയേഷൻ ലെറ്റർ ഉണ്ട്, റിക്വസ്റ്റ് ലെറ്റർ ഉണ്ട്, സജഷൻ ലെറ്റർ ഉണ്ട്, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ടോൺ ആണ്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് വളരെ വിശദമായിട്ട് പറയാം, അതിന് കുറച്ച് സമയം വേണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ലെറ്റർ എഴുതാൻ അറിയാം, നമുക്കും അറിയാം. ഒരു ഡിയർ ഫ്രണ്ട്, ഞാൻ ഇതുകൊണ്ട് എഴുതുന്നു, നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ന് സ്വന്തം ജാനകി ഒപ്പ് എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സ്കൂളിൽ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ബേസിലാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ യു ആർ ലൈക്ലി ടു ഹിറ്റ് ലോ ബാൻഡ്സ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണോ പറയുന്നത് അത് ജസ്റ്റ് അങ്ങോട്ട് എഴുതി വെക്കുക, അതല്ല നമ്മുടെ ലെറ്റർ റൈറ്റിങ്ങിലേക്ക് വരുന്നത്. ഇറ്റ് ഷുഡ് ബി മോർ കൺവിൻസിങ് ആൻഡ് മോർ നാച്ചുറൽ. ആ ലെറ്റർ വായിച്ചാൽ നമുക്കതൊരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ലെറ്ററാണ് നമുക്ക് തോന്നണം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോളജി ലെറ്റർ. എന്തോ ഒന്ന് സംഭവിച്ചു, നിങ്ങൾ അവർക്ക് ഒരു ക്ഷമാപണം ആയിട്ടൊരു കത്ത് എഴുതണം എന്ന് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്താണ്? അയാൾ ക്ഷമിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള റൈറ്റ് ടോൺ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു റൈറ്റിംഗ് ശരിയാക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യമാണ് ടാസ്ക് റിക്വയർമെൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക്. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ലെറ്റർ എഴുതാനാണെങ്കിൽ അത് ആ പുള്ളിക്ക് അപ്രീഷിയേഷൻ ആയിട്ട് തോന്നണം. ഓക്കെ, ഇനി അതല്ല റിക്വസ്റ്റ് ആണ് എങ്കിൽ ആ റിക്വസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണോ അത് നടന്നിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കണം. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ലെറ്റർ ആയിരിക്കണം. സജസ്റ്റൻ ആണെങ്കിൽ ആ സജസ്റ്റൻ വാല്യൂബിൾ ആയിരിക്കണം. ഇതാണ് ടാസ്ക് റിക്വയർമെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് കോഹിറൻസ് ആൻഡ് കൊഹീഷൻ എന്ന് പറയുന്നത്. കോഹിറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് ടോപ്പിക്ക് ഒരിക്കലും പോകാൻ പാടില്ല, അത്രയേ ഉള്ളൂ. എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ സംസാരിക്കണം. കൊഹീഷൻ എന്ന് പറയുന്നത് ഓരോ സെൻറ്റൻസുകൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ തമാശയ്ക്ക് പറയാറില്ലേ, എന്തോ എന്ന് പറയും, എന്നിട്ട് അവസാനം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയും അല്ലേ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ ഈ സെൻറ്റൻസുകൾ തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ കൊഹീഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റാണ് ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ലെക്സിക്കൽ റിസോഴ്സസ് സിംപ്ലി പുട്ട് ഇറ്റ് മീൻസ് ദാറ്റ് there are some words we always use when we write letters or when we have a conversation with some people, but there are some words we can use, especially synonyms, പര്യായങ്ങളായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം a lot of എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ പ്ലഥോറ എന്ന വേർഡ് ഉപയോഗിക്കാം. അതൊക്കെ ഇപ്പോൾ ബാൻഡ് ഇല്ല, വലിയ വെയിറ്റേജ് ഇല്ലാത്ത വേർഡാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് മോർ അല്ലെങ്കിൽ അലോട്ട് ഓഫ് എന്നൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ IELTS എക്സ്പേർട്സ് പറയുന്നത്. കാരണം എല്ലാവരും പ്ലത്തോറ എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു വേർഡായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് അ ലോട്ട് ഓഫ് എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ പ്ലത്തോറ ഓഫ് റീസൺസ് എന്ന രീതിയിൽ പറയാം. അ ലോട്ട് ഓഫ് റീസൺസ്, പ്ലത്തോറ ഓഫ് റീസൺസ്, ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ലെക്സിക്കൽ റിസോഴ്സ് എന്ന് പറയുക. ഇനി അടുത്തതാണ് നമ്മുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. ആക്യുറസി അല്ല, ഗ്രാമാറ്റിക്കൽ റേഞ്ച്. ഗ്രാമാറ്റിക്കൽ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ലെറ്റർ എഴുതുകയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻഫോർമൽ വേർഡ്സ് ഉപയോഗിക്കുന്നതിന് പുറമെ നമ്മുടെ സെൻറ്റൻസുകളെല്ലാം വളരെ ബേസിക് ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. ഇത് നമ്മൾ മാറ്റണം. അതായത് ഇപ്പോൾ
ആ ഒരു സാമ്പിൾ ആൻസർ പറയുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മൾക്ക് എന്തായാലും പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ ആക്റ്റീവ് വോയിസിലാണെങ്കിൽ അത് നമ്മൾ അടുത്തത് പാസീവിലേക്ക് ആക്കുക. ഇങ്ങനെ ഒരു സ്ട്രക്ചറിങ് ഉണ്ട്, അത് നമുക്ക് വളരെ വിശദമായിട്ട് അപ്പോൾ പറയാം. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഗ്രാമാറ്റിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് ചെറിയ റേഞ്ച് പോരാ, വലിയ റേഞ്ച് വേണം. ഓക്കെ, അടുത്തതിലേക്ക് പോകുമ്പോൾ ഗ്രാമാറ്റിക്കൽ അക്യുറസി. ഗ്രാമാറ്റിക്കൽ അക്യുറസി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇറ്റ് ഹാവ് എന്ന് നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഹി ഹാവ് എന്ന രീതിയിൽ എഴുതുക, പീപ്പിൾസ് എന്ന് എഴുതുക, ഇനി അതിൽ ഇറ്റ് വിൽ ഹെൽപ്സ് എന്ന രീതിയിൽ എഴുതുക. ഇതൊക്കെ തെറ്റാണ്. സാധാരണയായിട്ട് കോമൺ മിസ്റ്റേക്സ് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട്, കാരണം അത്രയും എൻ്റെ കയ്യിൽ കൊട്ടക്കണക്കിനുണ്ട് എൻ്റെ കയ്യിൽ കോമൺ മിസ്റ്റേക്സ് IELTSൽ നമ്മൾ വരുത്തുന്ന, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാമാറ്റിക്കൽ അക്യുറസിയും നോക്കും, അത് അവസാനമാണ് നോക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ടാസ്ക് റിക്വയർമെൻറ്റ്, ദെൻ കോഹിറൻസ് ആൻഡ് കോഹീഷൻ, ദെൻ ലെക്സിക്കൽ റിസോഴ്സസ്, ഗ്രാമാറ്റിക്കൽ റേഞ്ച്, ഗ്രാമാറ്റിക്കൽ അക്യുറസി. ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഹാൻഡ് റൈറ്റിംഗ്. പ്ലീസ് ട്രൈ ടു വർക്ക് ഓൺ യുവർ ഹാൻഡ് റൈറ്റിങ്ങിൽ കാര്യമില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ബിലീവ് ഇറ്റ്. ഓക്കെ, ഹാൻഡ് റൈറ്റിങ്ങിൽ കാര്യമുണ്ട്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വലിയ കേഴ്സീവ് റൈറ്റിംഗ് അങ്ങനെ വേണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ഓക്കെ, രണ്ടാമത്താണ് സ്പെല്ലിംഗ് എറേഴ്സ് നിങ്ങൾക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. കൂടുതൽ എഴുതണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. എത്രയോ ആളുകൾക്ക് എത്രയോ രീതിയിലുള്ള സ്പെല്ലിംഗ് എറേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം അവർ അൺനോയിങ്ലി ദേ ആർ യൂസിങ് ഇറ്റ്. ബട്ട് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ് നമ്മൾ ഒറ്റ വട്ടമൊക്കെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരുത്തുള്ളൂ നമ്മൾ. Okay, don't tell me that you are continuously writing error. How can we do that? ഒരു പ്രാവശ്യമൊക്കെ ഓക്കെ, ഇനി അതല്ലെങ്കിൽ 3 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാം, ബട്ട് നോട്ട് ദ 4th ടൈം. ഓക്കെ, അപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ യെസ്, നമുക്ക് ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ടാസ്ക് 1നെ കുറിച്ചാണ്, ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അതിൻ്റെ ഇവാലുവേഷൻ എന്നിങ്ങനെ കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സാമ്പിൾ ലെറ്ററുമായിട്ട് ഞാൻ വരാം. അതും 3 ലെറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ കുറച്ച് ടൈം ഉണ്ടാവും. അതിന് റെഡി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. I will try to reply you. Okay, അപ്പോൾ see you in the next video. Take care. Bye.